നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വളരെ ആശ്വാസകരമായ നടപടിയുമായി എത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ. സന്ദർശന വിസ കാലാവധി അവസാനിക്കുന്നതിന് 7 ദിവസം മുമ്പ് വരെ പുതുക്കാമെന്ന തീരുമാനത്തിന് പിന്നാലെ ഉംറ വിസയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്കുള്ള താമസ കാലാവധി ഉയർത്തിയിരിക്കുകയാണ് രാജ്യം. 30 ദിവസത്തിൽ നിന്ന് താമസ കാലാവധി 90 ദിവസമായി ഉയർത്തിയതായി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതേസമയം വിദേശ ഉംറ തീർത്ഥാടകർ വിസ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് സൗദിയിൽ നിന്ന് തിരികെ പോകണമെന്നും ഹജ്ജ് മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിസ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഉംറ കർമ്മങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം. 90 ദിവസത്തെ കാലാവധി കഴിഞ്ഞ ശേഷം രാജ്യത്ത് താമസിക്കുന്നത് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ പറഞ്ഞിരിക്കുന്ന കാലയളവിൽ തീർത്ഥാടകർക്ക് മക്ക, മദീന എന്നിവ കൂടാതെ സൗദിയിലെ മറ്റെല്ലാ നഗരങ്ങളിലേക്കും ടൂറിസം കേന്ദ്രങ്ങളിലേക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തീർത്ഥാടകന് സൗദി അറേബ്യയിലെ അന്താരാഷ്ട്ര ആഭ്യന്തര വിമാനത്താവളങ്ങളിൽ ഏതിലൂടെയും രാജ്യത്തേക്ക് പ്രവേശിക്കാനും തീർത്ഥാടനം കഴിഞ്ഞ് തിരികെ പോകാനും അനുവാദമുണ്ടായിരിക്കുമെന്ന് മന്ത്രാലയ അധികൃതർ അറിയിച്ചു. തീർത്ഥാടനത്തിനായി വരുന്നവർ സൗദി അറേബ്യയിൽ എത്തിയാൽ മന്ത്രാലയത്തിന്റെ നുസുക് ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുകയും ഉംറയ്ക്കുള്ള പെർമിറ്റ് നേടുകയും വേണം. വിനോദസഞ്ചാരം, സന്ദർശനം, ഉംറ തുടങ്ങി ഏതെങ്കിലും വിസ കൈവശമുള്ളവർക്ക് മാത്രമേ സൗദി അറേബ്യയിൽ പ്രവേശനം ലഭിക്കൂ എന്നും മന്ത്രാലയം വ്യക്തമാക്കി. മാത്രമല്ല, ഖത്തർ ലോകകപ്പിന്റെ ഔദ്യോഗിക ഫാൻ ഐഡിയായ ഹയ്യ കാർഡുള്ളവർക്ക് സൗജന്യമായി സൗദിയിലെത്തി ഉംറ നിർവഹിക്കാൻ അനുവാദമുണ്ടായിരിക്കുമെന്ന് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. എത്ര തവണയും സൗദിയിലേക്ക് വന്നു പോകാവുന്ന രീതിയിലുള്ള ഈ വിസയായിരിക്കും കാർഡ് ഉടമകൾക്ക് ലഭിക്കുക. ഇതനുസരിച്ച് ഈ വിസയിൽ നേരെ സൗദിയിൽ വന്നിറങ്ങിയ ശേഷം ലോകകപ്പ് മത്സരത്തിനായി ഖത്തറിലേക്ക് പോയി സൗദിയിൽ തിരികെ എത്തുന്ന രീതിയിൽ യാത്ര പ്ലാൻ ചെയ്യാനും കഴിയുന്നതാണ്. ഇതിനായി റിയാദിൽ നിന്നും ജിദ്ദയിൽ നിന്നുമായി ദിവസം 60 വിമാന സർവീസുകൾ ഉണ്ടാകും. 60 ദിവസം വരെ ഈ വിസയിൽ സൗദിയിൽ തങ്ങാൻ അനുവാദമുണ്ടായിരിക്കും. അതേസമയം വ്യക്തികൾക്കുള്ള സന്ദർശന വിസ കാലാവധി അവസാനിക്കുന്നതിന് 7 ദിവസം മുൻപ് വരെ പുതുക്കാമെന്ന് സൗദി പാസ്പോർട്ട് ജനറൽ ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരുന്നു. സന്ദർശന വിസയെടുത്ത സ്പോൺസറുടെ അബ്ഷീർ അക്കൗണ്ട് വഴി വിസയുടെ കാലാവധി നീട്ടാൻ സാധിക്കുന്നതാണ്. നടപടിക്രമം പൂർത്തിയാക്കാൻ കാലാവധിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ്. വിസ കാലാവധി 6 മാസത്തിൽ കൂടുതൽ ദീർഘിപ്പിക്കാനും കഴിയില്ല. കാലാവധി അവസാനിച്ച് 3 ദിവസം കഴിഞ്ഞാൽ വിസ പുതുക്കണമെങ്കിൽ പിഴ ഒടുക്കേണ്ടി വരും. വിസയെടുത്ത സ്പോൺസർക്ക് ട്രാഫിക് ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പിഴയുണ്ടെങ്കിലും അബ്ഷീർ പ്ലാറ്റ്ഫോം വഴി പുതുക്കുന്നതിന് തടസ്സമുണ്ടാകില്ല. അതുപോലെ സ്പോൺസറുടെ ഇഖാമ കാലാവധി അവസാനിച്ചാലും വിസ പുതുക്കാൻ കഴിയുമെന്ന് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.